ചേന വിത്ത്. ഒരു ചേന വിത്ത് ഇതാ. ഒരു ചാക്കിൽ എങ്ങനെയാണ് 2 ചേന വിത്ത് നടുന്നെന്നുള്ളതാണ് നിങ്ങളെ കാണിക്കാൻ പോകും. കണ്ടില്ലേ, ഇതുപോലെ 2 ചേന വിത്താണ് എടുക്കുന്നത്. അവിടെ എടുക്കണത്രേ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിൽ പണിയെടുക്കാൻ പോകുന്നത് ഇതിലെന്തിലാണ് നടുന്നതെന്നറിയോ? ചക്കമടലിലാണ് നടുന്നത്. ഇത് ചക്കമടൽ. ഇതിപ്പോൾ ഇതിൻ്റെ പിന്നെ ഇതെന്ന് വെച്ചാൽ ഇത് കാടാണ്. ഇപ്പോൾ ഇന്ന് ഞാൻ പറിച്ചിട്ട കാടാണ്. ഇതും കൂടി ഇതിൻ്റെ അടിയിലിട്ട് ഒന്നും ഇവിടെ വേസ്റ്റ് വെക്കുന്നില്ല. വേസ്റ്റ് എല്ലാം ഒഴിവാക്കാനാണ് ഇതെല്ലാം കൂടി ഇതിലിട്ട്. ഇത് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് കണ്ടില്ലേ, ഇതേ വേസ്റ്റ് എല്ലാം ഇട്ട് ഇതിലിടുക. ഇതിൻ്റെ അകത്ത് ഇനി ഇപ്പോൾ ഇടാൻ പോകുന്നത് പിന്നെ ചക്കമടലിടണം. ചക്കമടലിൻ്റെ അകത്താണ് നടുന്നത്. രണ്ട് ചേനയാണ് നടുന്നത്. 2 ചേനക്ക് കണക്കായിട്ട് ചക്കമടൽ ഇടണം. അതാണ് എൻ്റെ പരിപാടി. ഇത് പുല്ല്, കാട് വായിക്കേണ്ട പുല്ലാണ്. ഇതാണ് ഞാൻ അടിയിലിടുന്നത്. മേലിടണ്ടെന്ന് വെച്ചിട്ട് അടിയിലാകുമ്പോൾ അതാടെ നമിഞ്ഞോളുമല്ലോ. അതുകൊണ്ട് ഇത് അടിയിലോട്ട് പോയാൽ അവിടെ നമിഞ്ഞ് വന്നോളും. ഇപ്പം കണ്ടല്ലോ, ഇതുപോലെ നിങ്ങളിപ്പം ഇതുപോലെ ഇടുന്നിപ്പോൾ ഇനി എന്താ വേണ്ടത് വെച്ചാൽ പിന്നെ ഇനി ഇതിൻ്റെ മേലെ ലേശം കരിയിലാണ് ഇടാൻ പോകുന്നത്. ഇത് കരിയില ഞാനിപ്പം പോയിട്ട് വാരിക്കൊണ്ട് ഞാൻ അത് നനവുണ്ട് നല്ല. അതുകൊണ്ട് വേഗം അമരും. അടിയിലൊരുപാട് നമുക്ക് ഇടാൻ കഴിയും. കണ്ടില്ലേ, ഇതേപോലെ കരിയിലും കൂടി കുറേ നിറക്കുക. ഒരച്ചാക്കിൻ്റെ ആ തോതിന് അട നിറച്ച് വെക്കുക. ഇതിന് ശേഷം കുറച്ച് ചക്കമടൽ ഇടുക. ഇത് ചക്കമടലാണ്. കണ്ട, ചക്കമടലിൽ ചേമ്പ് നട്ടാൽ ചേനയും ചേമ്പെല്ലാം നട്ടാൽ നല്ലപോലെ ഉണ്ടാവും. ചക്കമടൽ നല്ലൊരു വളവും കൂടിയാണ്. നമുക്ക് ചക്കമടലിൽ തന്നെ വളം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് മാത്രം ഇടുന്നു. അതിനകത്ത് വളമായിട്ടുണ്ട് കുറച്ചെല്ലാം ഉണ്ടാവുമല്ലോ. അതിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഇട്ടു. ചക്കമടലിട്ടു. ഇനി പകുതി ബാക്കി ഇനി മീൻ്റെ മേലോട്ടിടാം. അടിയിൽ ചക്കമടലിട്ടു. ഇതെല്ലാം നിങ്ങൾ ഇതുപോലെ തന്നെ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. അതിനാണ് ഇനി ഇതിൻ്റെ മേലെ കുറച്ചും കൂടി ഇതിടുക. ഈ ചപ്പിടുക. കരിയില നല്ലതാണ്. ഇതെല്ലാം മഴ നനഞ്ഞുകൊണ്ട് നല്ലോണം പെട്ടെന്ന് അമിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു വളമായിട്ട് മാറും. ഇനി ഇതിൻ്റെ മേലെ ഞാൻ ഇനിയിപ്പം ഇടാൻ പോകുന്നത് ഇപ്പം നല്ലപോലെ നിറക്കട്ടെ. ചാക്കിൽ നിറക്കാം. ഒരു ചാക്കിൽ 2 ചേനയാണ് നടാൻ പോകുന്നത്. 1 അല്ല 2. കണ്ടില്ലേ, 2 ചേനയാണ് നടാൻ പോകുന്നത്. ഉള്ളിലെല്ലാം നല്ല ശരിക്കും നിറച്ചിട്ട് ഇടണം. അല്ലെങ്കിൽ ഇത് കുറേ കഴിയുമ്പോൾ ഇതങ്ങ് താണു പോകും. അന്നേരം നമുക്ക് 2 എണ്ണത്തിന് നടുമ്പോൾ അതിന് വളം പോരാതെയായിപ്പോവും. അതിനാണ് ഇതിങ്ങനെ നിറക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ആദ്യം നിറക്കുക. കുറച്ചും കൂടി ഇടുക. ഇനി ഇതിൻ്റെ മേലെ ഒന്ന് ഇടേണ്ടത് വെച്ചാൽ ഇതിൻ്റെ മേലെ ഒരട്ടി പോട്ടി മിശ്രം നിറക്കാം. പോട്ടി മിശ്രം നിങ്ങളിത് കാണിക്കേണ്ടതുകൊണ്ടാണ് കുറച്ച് ദീർഘമുണ്ടാകും. എന്നാലേ നിങ്ങൾക്ക് കണ്ടിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഇത് പോട്ടി മിശ്രിതമാണ്. പോട്ടി മിശ്രിതത്തിൽ എന്തെല്ലാം ഇട്ടെന്ന് വെച്ചാൽ വേപ്പും പിണ്ണാക്ക്, പിന്നെ എല്ലുപൊടി, പിന്നെ ചകിരിച്ചോറ്. ഞാൻ ചകിരിച്ചോറ് മണ്ണില്ല കൃഷിയാണ് എൻ്റെ എല്ലാ കൃഷി. നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മണ്ണില്ല കൃഷിയാണ് ഞാൻ ചെയ്യുന്നത് മുഴുവൻ. അതുകൊണ്ട് എനിക്ക് ഇതുവരെ വിളകുറവൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മണ്ണിൽ നടുന്നുണ്ടെങ്കിൽ വേറെ തന്നെ നടും. അങ്ങനെയാണ്. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിൽ പോട്ടി മിശ്രിതം ഇട്ടു. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് വളവും കൂടി ഇടണം. ഇതാണ് കമ്പോസ്റ്റ് വളം. ഇതൊന്ന് അഞ്ഞിനി ഇതും കൂടി ഇടണം അതിൽ. അതാ ഇത് അതിൻ്റെ മേലെ ഇട്ടേ. ഉണ്ടല്ലേ, കമ്പോസ്റ്റ് ഇട്ടു. അതിൻ്റെ മേലെ കുറച്ചും കൂടി ഇത് ഇട്ട്. അല്ല, ഞാൻ നനവുണ്ട് അതിന്, അതുകൊണ്ട് കുറച്ച് അതിൻ്റെ മേലെ അത് ഇട്ടു. ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇപ്പം ഇത് നിറച്ചല്ലോ. ഇനിയിപ്പം ഈ ചക്ക മടലെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഇടാം. ചക്കമടലിൽ കുറച്ച് കരിയിലിടാം. കരിയിലിട്ടതിന് ശേഷം അതിൻ്റെ മേലെ ഇടാം ചക്കമടൽ. ആ ചക്കമടൽ നടുന്ന സ്ഥലം നമ്മുടെ ചേന വരണം. അതിനാണ് ചക്കമടൽ ഇതിൻ്റെ നടുക്കിടുന്നത് കേട്ടോ. അതാണ് ചക്കമടലിൻ്റെ മേലെയാണ് നമ്മൾ നടാൻ പോകുന്നത്.
അതിനാണ് ഈ ചക്ക മടൽ മേലെ ഇടുന്നത്. കണ്ടില്ലേ? ഇതേപോലെ നടുകടത്തിൽ എടുക്കുന്നത്. അതുകൊണ്ട് മണങ്ങാൻ അധികം കഴിയുന്നില്ല. പിന്നെ നമുക്ക് കൂടാണ്ട് കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കും. ഞാൻ ജീവിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള പണി നെട്ടോട്ടാണ് ഈ ഓടുന്നത്. തേച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം. നമ്മളതായ ജീവിതം ജീവിക്കണം. മറ്റുള്ളവർ തന്നിട്ട് നിന്നാലൊന്നും കാര്യം നടക്കില്ല. അതിനെക്കൊണ്ട് നമുക്കൊരു വിലയും ഉണ്ടാവില്ല. നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കി നമ്മൾ തിന്നാൽ അതിനൊരു വില തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഞാനിപ്പം ഇതും കൂടി ഇട്ടു. നിങ്ങൾ ഇട്ട് കാണിക്കാൻ ഞാൻ ഇത് ചക്കമടലാണ്. ഇത് ചക്കമടൽ കണ്ടോ, ചക്കമടൽ ഇതും കൂടി ഇട്ട്. ഇപ്പം 2 ചേനയാന്നിൽ നടുന്നതേ, അത് നിങ്ങൾ ഓർക്കണം. അതിനാന്ന് 2 തരത്തിൽ തന്നെ ഞാൻ ഇടുന്നത്. 2 അട്ടിയിൽ 2 തരത്തിൽ തന്നെയാണ് 2 അട്ടിയിൽ വളമാക്കുന്നത്. കണ്ടില്ലേ? നല്ല അതായി. ഇനിയിപ്പം ഇതിൻ്റെ മേലെ ഈ വളവും കൂടി ഇട്ടെ. ഇതും കൂടി ഇടാം. ഇതാണ് കമ്പോസ്റ്റ് പേസ്. ഞാൻ ഇടുവരും അതിന് താഴോളം പോയിക്കോളും. ഇത് വെള്ളപ്പറ്റുണ്ട്, അതുകൊണ്ട് അതിന് പിന്നെ ചകരിച്ചോറിന് വെള്ളമില്ല, അതുകൊണ്ട് സാരമില്ല. കണ്ടോ? ഇത് കണ്ടില്ലേ? ഇതേപോലെ ഇനിയിപ്പം ഇത് ഞാൻ ഈ പോട്ടി മിക്സ് ചെയ്തും കൂടി നിറക്കട്ടെ. പോട്ടി മിക്സ് ചെയ്ത് നിറക്കണം. ഇനിയിപ്പോൾ പോട്ടി മിക്സ് ചെയ്തും കൂടി നിറക്കണം. ഇത് നിറച്ച് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പരിപാടി നോക്കാൻ. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഞാൻ കുറച്ചും കൂടി പോട്ടി മിക്സ് ചെയ്ത് എടുത്തിട്ട് അതിൽ നിറക്കണം. പോരാ, ഇത് കുറച്ചും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് വേണം. അല്ല, ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ കുറച്ചും കൂടി കരിയിലാണ് ഇടുന്നത്. ഈ കരിയില ഇതിൻ്റെ മേലെ പോയി, ഇതിൻ്റെ മേലെ കരിയില. എന്നാൽ 2 ഭാഗത്തും അടിഭാഗം കരിയില വന്നു. ഇതിൻ്റെ മേലെയാണ് ഈ കരിയില ഇടുന്നത്. കണ്ടില്ലേ? ഇതേം കൂടി അതിലിടുക. ഈ കരിയിലും കൂടി നിറച്ച് നല്ലപോലെ ഇനി കുത്തി നിറക്കട്ടെ. കണ്ടോ? ഇതുപോലെ നമ്മളിപ്പം നട്ടു, ഇതുപോലെ ആക്കി. ഇനിയിപ്പോൾ എന്താ വേണ്ടേ? ഇനിയിപ്പോൾ ഇത് എഡിറ്റല്ലോ ആയല്ലോ, മതി. ഇനിയിപ്പോൾ ഇത് തുന്നിക്കെട്ടണം. അത് ഞാൻ തുന്നിക്കെട്ടിയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ദൂരത്തായി പോവും. ഇത് കണ്ടോ? ഇതാ 2 ചേന വിറ്റായിപ്പോൾ 2നും മുളയുണ്ട് വരുന്നത്. ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ നടുക്ക് ഇവിടെ നട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ തുന്നിക്കെട്ടി ഇതുപോലെ വട്ടത്തിൽ മുറിച്ച്, കണ്ടോ? ഇതേപോലെ വട്ടത്തിൽ മുറിച്ച് കളഞ്ഞ ചാക്കിൻ്റെ അകത്ത് 2 കഷ്ണാക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ ഇട്ട് വെച്ചു. ഇനിയിപ്പം ഞാനിതിപ്പോൾ ഇവിടെ നടാനാണ് പോകുന്നത്. ഇത് കണ്ടില്ലേ? ഇത് ഞാൻ ഈ കുയിൽ ആ ചകരിച്ചോറിട്ട് ആ സ്ഥലത്താണ് നടുക. അപ്പുറവും ഇപ്പുറവും വളവും ഇതുവാണ്. ഇതിങ്ങനെ താത്ത് കൊടുക്കുക, അത്രേ വേണ്ടു. ഇനി ഇതിൻ്റെ മേലെ പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചകരിച്ചോറ് വാരിയിട്ട് കൊടുക്കുക വേണ്ടത്. ഇതിപ്പോൾ കണ്ടില്ലേ? ഇതേപോലെ ഇനി താത്തിരിട്ട് കൊടുക്കുക. ഇതിൻ്റെ നടുക്ക് ഞാൻ ചകരിച്ചോറിട്ട സ്ഥലമാണ്. അതുകൊണ്ടങ്ങ് നമുക്ക് നടാൻ നല്ല സുഖമാണ്. ഇപ്പോൾ കണ്ടല്ലോ? ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് വേണ്ട വെച്ചാൽ ഇനി ഇതിൻ്റെ അകത്ത് നിറച്ചും വാരി നിറച്ച് കുത്തി നിറച്ച് കൊടുക്കുക. കണ്ടാ? ഇതേപോലെ നിറച്ച് കൊടുക്കുക. എന്നാ വെച്ചാൽ നല്ലോണം കീഞ്ഞോളൂ. ഇനി ഇവരെ പണി ഇവരെടുത്തോളും. ഇത് നമ്മൾ എന്തെങ്കിലും വളം കുറച്ച് കഴിയുമ്പോൾ കുറച്ച് വളം ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൽ വളം മതിയാവില്ല. വളം ഉണ്ടാവും, എന്നാലും കുറച്ച് പൊടി വളം, ആട്ടും വളമോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉള്ള വളങ്ങൾ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഇതേ വേണ്ടു. ഇതിങ്ങനെ നമ്മൾ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം കണ്ടല്ലോ, ഇതാ ഇതിപ്പോൾ ഇവിടെ നട്ടു. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇത് അമരുമ്പോൾ കുറച്ചും കൂടി പോട്ടി മിശ്രിതം ഇട്ട് കൊടുക്കണം.
ഇത് അമിഞ്ഞ് വരുമ്പോൾ, അല്ലെങ്കിൽ ഇത് അറിയില്ലേ, ഇത് പിന്നെ താണു പോകുമല്ലോ. ഇത് ചേനക്ക് കീയാനുള്ള ശേഷിയും കൂടി വേണ്ടേ, അതിനാണ് ഇത്ര വണ്ണം വെപ്പിച്ചത്. ഇപ്പം കണ്ടില്ലേ, ഇത്രയും വണ്ണം വെപ്പിച്ച തന്നെ എന്തിനാ വെച്ചാൽ ഇതിങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, കണ്ടല്ലോ ഇവിടെ നട്ടിട്ട്. ഇതിപ്പോൾ നിറച്ച് നട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ഉയരമുണ്ട്. ചേനക്ക് കിഴിയാൻ മാത്രം സ്ഥലമുണ്ട്. ഇതിൽ കൂടുതലൊന്നും ചേന കീഴില്ല, ഇത്രേ ചേന കീഴും. ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, 2 എണ്ണം നട്ടു. ഒരു ചാക്കിൽ 2 എണ്ണം നട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഇനി ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം. ഇതേപോലെ കുഞ്ഞി കെട്ടി ഇത്രയും ഉയരത്തിൽ വേണം. ഉയരം കണ്ട, ഈ ഉയരത്തിലാകുമ്പോൾ ഇതിന് മേലെ ചേന നട്ടാൽ ഇഷ്ടംപോലെ വട്ടത്ത് കീയാനുള്ള ശേഷി ഉണ്ടാവും. ഇതിനാണ് ഇതിങ്ങനെ നട്ടത്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഞാൻ ഇതിനടുത്ത് നട്ട കോളിഫ്ലവർ കണ്ട, കോളിഫ്ലവർ, കേബേജ് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ചാക്കിൽ നട്ട ചക്കര കഴിഞ്ഞിതാ, ചീര കണ്ടില്ലേ, ഇതെല്ലാം കണ്ടല്ലോ നിങ്ങൾ. ആ ചാക്കിൽ നട്ട ചക്കര കഴിഞ്ഞിതാ, ഇത് കണ്ട.